ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു പേടിയുണ്ടായിരുന്നു എനിക്ക്. എനിക്ക് ആ കാറ്റിന്റെ സൗണ്ടും ഒക്കെ നല്ല രസമായിരുന്നു. അപ്പൊ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. മുടിപ്പാറയിലെ പകൽ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു പ്രഭാതമാണ് മുടിപ്പാറ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ചെറിയ ഒരു മഴയ്ക്ക് ശേഷമുള്ള അന്തരീക്ഷം, കോട നിറഞ്ഞു നിൽക്കുന്ന മലകളും താഴ്വരകളും, അങ്ങിങ്ങ് ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളും ചെറുമരങ്ങളും, മനോഹരമായ ഭൂപ്രകൃതി, കറുപ്പും വെളുപ്പും കലർന്നുള്ള മേഘങ്ങൾ അത്യാകർഷകമായ ഒരു ദൃശ്യാനുഭവമാണ് നമുക്ക് പകർന്നു തരുന്നത്. പക്ഷികളുടെ കളകൂജനം ഏകാന്തമായ അന്തരീക്ഷത്തിൽ ശ്രവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സമയം പോകുന്നത് ഒട്ടും തന്നെ അറിയാൻ കഴിയില്ല. കാര്യം വെളുപ്പിന് തന്നെ ഞങ്ങൾ എഴുന്നേറ്റെങ്കിലും രാവിലെ വന്ന മഴ സൂര്യോദയം കാണാനുള്ള ഞങ്ങളുടെ യാത്ര അല്പം വൈകിച്ചു. ഇടതൂർന്നു വളരുന്ന മരങ്ങൾക്കും കുറ്റിച്ചെടികൾക്കും ഇടയിലൂടെ ശ്രീമതിയും ഞാനും സൺറൈസ് വ്യൂ പോയിന്റ് ലക്ഷ്യമിട്ട് നടന്നു. അനു ഞങ്ങൾക്ക് വഴികാട്ടിക്കൊണ്ട് തൊട്ടു മുന്നേ ഉണ്ടായിരുന്നു. മരങ്ങൾ അവസാനിക്കുമ്പോൾ യാത്ര പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയായി. കുടയും ബാഗുമൊക്കെ തൂക്കിയുള്ള യാത്ര ഒരു വൃദ്ധ ലുക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും കൊച്ചു കുട്ടികളുടെ മനസ്സായിരുന്നു ഞങ്ങൾക്ക് ഇരുവർക്കും. ഒരു പാറ കഴിയുമ്പോൾ മുന്നിൽ മറ്റൊരു കൂറ്റൻ പാറ. ഞങ്ങൾ ഉയരങ്ങളിലോട്ട് നടന്നു കയറുകയായിരുന്നു. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം താണ്ടിയാണ് ഞങ്ങൾ കൃത്യമായ വ്യൂ പോയിന്റിൽ എത്തിയത്. നമ്മുടെ കൊച്ചു കേരളം എത്ര സുന്ദരമാണ്! പുഴകളും മലകളും പൂവനങ്ങളും നിറഞ്ഞ മലമ്പ്രദേശങ്ങളും മലയോര ഗ്രാമങ്ങളും നിറഞ്ഞ അനുഗ്രഹീത ഭൂപ്രദേശം. ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. രാവിലെ പെയ്ത മഴയും ഞങ്ങളുടെ യാത്ര വൈകിച്ചതും കൃത്യമായ സൂര്യോദയം കാണുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയില്ലെങ്കിലും സൂര്യോദയത്തിന് തൊട്ടു മുൻപും പിൻപുമുള്ള അരുണിമയാർന്ന സൂര്യപ്രഭ മേഘങ്ങളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ കിട്ടുന്ന ദൃശ്യങ്ങൾ നയന മനോഹരമായിരുന്നു. മുടിപ്പാറയിൽ നിന്ന് നോക്കിയാൽ കണ്ണെത്താ ദൂരത്ത് കാണുന്ന പ്രദേശങ്ങളൊക്കെ അനു നമുക്ക് വിവരിച്ചു തന്നു. മൂന്നാറ്, നെല്ലിയാമ്പതി, പെട്ടിമുടി, കൂമ്പുംപാറ, പാൽക്കുളമേട്, മീനുണ്ണിയാംപാറ, ഇല്ലിക്കൽ കല്ല്, ഇലവീഴ പൂഞ്ചിറ, കോട്ടപ്പാറ, ആനപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെയായി നമുക്ക് കാണാം. പിന്നെ ഈ നേരെ ഇവിടുന്ന് ഏറ്റവും ലാസ്റ്റ് കാണുന്നതിന്റെ തൊട്ടിപ്പുറത്തെ പൊസിഷനിലായിരുന്നില്ലേ, ഇങ്ങനെ ഒരു പോലെ ഇങ്ങനെ കാണുന്നുണ്ടോ? ഏറ്റവും ഹൈക്കായിട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ നേരെ കാണുന്നത്. അത് മറ്റേ കാറ്റാടിക്കടവ് വ്യൂ പോയിന്റ്. മുടിപ്പാറയ്ക്ക് കീഴെ പാർശ്വഭാഗങ്ങളിലുള്ളത് ട്രൈബൽ സെറ്റിൽമെന്റ് ആണെന്നാണ് അനു പറഞ്ഞത്. ആദിവാസികളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന സ്ഥലം. താഴെ ദൂരെയായി അവരുടെ കുടിലുകൾ നമുക്ക് കാണാം. മുടിപ്പാറയിൽ നിന്ന് കുറച്ച് ഫോട്ടോസും നമ്മൾ എടുത്തിരുന്നു. സൂര്യോദയത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അനു എടുത്തു തന്ന ചിത്രങ്ങൾ പുള്ളിയുടെ ഫോട്ടോഗ്രാഫിക് വൈദഗ്ധ്യം വിളിച്ചോതുന്നവയായിരുന്നു. മുടിപ്പാറയ്ക്ക് സമീപമുള്ള എക്കോ പോയിന്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത്ര ചെറുതല്ലാത്ത ഒരു ഇറക്കം ഇറങ്ങി വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ. ഇതൊരു തമാശയാണ് കേട്ടോ. വിസിലടിച്ചത് അനു, ആക്ട് ചെയ്തത് ഞാന്. പ്രതിഫലിക്കുന്നത് സൗണ്ടിലൊരു ഇതൊക്കെ പ്രായം എത്ര വ്യത്യാസമുണ്ട്. തിരികെ ക്യാമ്പ് ലൈറ്റ്സിലേക്ക്. സൺറൈസ് കൃത്യമായി കാണാൻ സാധിച്ചില്ലെങ്കിലും കാഴ്ചകളും പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ടുള്ള നടത്തം ഒട്ടും നഷ്ടമായി തോന്നിയില്ല. ക്യാമ്പ് ലൈറ്റ്സിലേക്ക് ഇനി 5 മിനിറ്റ് നടത്തം മാത്രം.
വാഹനങ്ങൾ എന്നും നമ്മുടെ സന്തത സഹചാരികളാണ്. ശ്രീമാന്റെ സാൻഡ്രോ 2004 മോഡലാണ്. കൃത്യമായ സർവീസിങ്ങും പരിപാലനവും ഉള്ളതുകൊണ്ട് അവന് എവിടെ പോകാനും ഒരു കൂസലും ഇല്ല. ഫുൾ എനർജിയാ. നമ്മളിപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തി. ഞാൻ സെൽഫി സ്റ്റിക്ക് എടുക്കാനായിട്ട് വന്നതാണ്. ഈ സെൽഫി സ്റ്റിക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും കൃത്യമായിട്ട് കാണിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ ഈ ചുറ്റുപാട്ടുള്ള കാഴ്ചകൾ, നമ്മുടെ പ്രോപ്പർട്ടീസ്, നമ്മൾ താമസിച്ച സ്ഥലമൊക്കെ ഒന്ന് വിശദമായിട്ട് നമുക്ക് കാണാം. ഇത് നല്ല കയറ്റവും ഇറക്കമുള്ള പ്രദേശമാണ്. ഇത് 4-5 പ്രാവശ്യം കയറി ഇറങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ പോകും. ശ്രീമതിക്ക് അത് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ശ്രീമതി അവിടെ ഇരിപ്പാണ്. നമ്മൾ സൺറൈസിന് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ അവിടെ വന്നിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഈ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നാൽ അവിടെ എന്താ ശ്രീമതി ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ശ്രീമതി എങ്ങനെ ഇരുന്ന് ബോറടിച്ചോ? എന്ത് ചെയ്യായിരുന്നു? ഓ, ഇവിടെ വന്നിട്ടും രാവിലെ തന്നെ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഇന്നലെ താമസിച്ച റൂം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിക്കുക. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഇവിടെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് അവര് റൂം നമുക്ക് തന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കിത് നോക്കാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവര് എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ തരും. പക്ഷെ നമ്മൾ ഇവിടെ എല്ലായിടും ഇന്നലെ കിടന്നത് നമ്മൾ ടെന്റിലാണ്. നിങ്ങൾ ഇന്നലെ ടെന്റ് സെറ്റ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പല വീഡിയോസും എടുക്കുന്നുണ്ട്. അത് ഓരോന്ന് കട്ട് ചെയ്ത് ആ ടൈമിന്റെ ദൈർഘ്യം അനുസരിച്ച്, വീഡിയോയുടെ ദൈർഘ്യം അനുസരിച്ച് ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ വളരെ നല്ല സെറ്റപ്പാണ്. ഇവിടെ കുറച്ചിരിക്കാനുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻഡോസ് ഉണ്ട്. ഈ വിൻഡോസിലൊക്കെ നമുക്ക് കാഴ്ചകൾ, ഈ മലയുടെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. കർട്ടൻ ഇല്ല. അത് അവര് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കർട്ടൻ ഇട്ടിട്ടില്ല. അവര് കർട്ടൻ ഇടുന്നാണ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു പുതിയ 3-4 വർഷമായെങ്കിലും ഇത് അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആൾക്കാര് പല രീതികളിൽ വരുന്നുണ്ട്. ഫാമിലീസ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ ബാച്ചിലേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ പല ബൈക്ക് എക്സ്പെഡിഷൻസ് ഒക്കെ ചെയ്ത് ഒരുപാട് പിള്ളേരൊക്കെ ഇവിടെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം ഒരുപാട് ഓഫ് റോഡിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മനോഹരമായ കാഴ്ചകളാണ് ജനാലകളിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജനാലകൾ തുറക്കുമ്പോൾ തന്നെ റൂമിലേക്ക് കയറി വരുന്ന തണുപ്പ് നമ്മളെ കോൾമയിർ കൊള്ളിക്കും. കണ്ണെത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന മലനിരകൾ, ഏകാന്തമായ അന്തരീക്ഷം, പക്ഷികളുടെ കളകൂജനം മാത്രം. അപ്പൊ നമ്മൾ ഇന്നലെ വന്നപ്പോ ഇരുന്ന സ്ഥലങ്ങൾ, നമ്മൾ ഇന്നലെ രാത്രി പാട്ടും കൂത്തുമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അപ്പൊ കുറെ കരോക്കെ വെച്ചിട്ടൊക്കെ കുറെ പാട്ടുകളൊക്കെ പാടി. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം, അവര് നമുക്കൊരു ഇത് ഇട്ട് തന്നു. എന്താ പറയാ ക്യാമ്പ് ഫയർ എന്ന് പറയും. ക്യാമ്പ് ഫയർ ഇട്ട് തന്നു. അത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല തണുപ്പായിരുന്നു. ഇതാണ് നമ്മൾ ഇന്നലെ വന്നപ്പോ ഇരുന്ന സ്ഥലം. ഇവിടെ ഇരുന്നാണ് ഇന്നലെ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇന്നലത്തെ വിശേഷങ്ങൾ, പാട്ട്, കൂത്ത്, അതുപോലെ ക്യാമ്പ് ഫയർ, ഇതെല്ലാം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അവർ കാണുക. അതിൻ്റെ ഒരു ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇത് അവരുടെ സ്റ്റോറേജ് ആണ്. ഇത് ടെൻ്റൊക്കെ അവരുടെ ഇവിടെ വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള അതൊക്കെ ഇടുന്ന ഒരു സ്റ്റോർ റൂമാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ കംപ്ലീറ്റ് സോളാർ സോളാർ കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ആണ് നമ്മളുടെ ബാത്റൂം, വാഷ്റൂം, ടോയ്ലറ്റ് ഒക്കെ ഇവിടെയാണ് ഉള്ളത്. അപ്പൊ ഇത്രയും സജ്ജീകരണങ്ങളാണ് ഇവിടെ വരുന്ന ഗസ്റ്റിന് കൊടുക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഔട്ട്സൈഡ് ആണ്. നമ്മൾ ആ റൂമിനകത്ത് ടോയ്ലറ്റ് ഇല്ല. പക്ഷെ ഇത്രയും പ്രോപ്പർട്ടി വളരെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് വരുന്നവർക്ക് താമസിക്കാനും അവർക്ക് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഓരോ കാര്യങ്ങളും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള ഒരു ദിനചര്യയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിട്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ പല്ല് തേക്കുക, ബ്രഷ് ചെയ്യുക, അല്ലേ ശ്രീമതി? അല്ല, കോടയൊക്കെ നിറഞ്ഞു നിന്ന ആ ഒരു അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ട് തന്നെ അനുഭവിക്കണം. നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ വരണം ഇവിടെ. വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു. കൈ കൊള്ളാൻ പോലും പറ്റൂല. അതെ, നല്ല പ്യുവർ വാട്ടർ ആണ് കേട്ടോ. പ്യുവർ വാട്ടർ ആണ്. ഇവിടെ നമുക്ക് രാവിലെ ഇരുന്നിട്ട് ഒരു നേരമൊക്കെ വെളുത്ത് കഴിയുമ്പോഴത്തേക്കും രാവിലെ ഇരുന്ന് ചായ കുടിക്കാനും ഒക്കെ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അവര്. പിന്നെ ഇന്നലെ നമ്മൾ താമസിച്ച ടെന്റാണ് ഇത്. ഈ ടെന്റിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഇന്നലെ രാത്രി ഞങ്ങള് ഇവിടെ കിടന്നപ്പോൾ
ശരിക്കും ഇടയ്ക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ആ മഴയൊന്നും നമുക്ക് ഏക്കില്ല. ശരിക്കും നമുക്ക് വളരെയധികം പ്രകൃതി ആസ്വദിക്കാം. ഇത് തുറന്ന് മഴയൊന്നും ഇല്ലാത്ത അവസരത്തിൽ ഇത് തുറന്നിട്ട് നല്ല നിലാവുള്ള ദിവസമായിരുന്നു ഇന്നലെ. നല്ല ആ നിലാവിലെ ഈ മലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം കണ്ടപ്പോ ഓർത്തു ഞങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ ഓർത്തായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി, ഇതിനകത്ത് കയറി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് വളരെയധികം കംഫർട്ടബിൾ ആണ്. ഇത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്യാം. നമുക്ക് വെറുതെ ഒരു ഹോട്ടൽ റൂമിൽ പോയിട്ട് നമ്മൾ ഒരു ഡബിൾ റൂം എടുത്തിട്ട് അവിടെ കിടക്കുന്നതല്ല, അങ്ങനെയല്ല. അതിനേക്കാളും ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ കിടക്കുക. ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പക്ഷെ നല്ലൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. ആ പേടി ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നൊരു പേടി ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പുറത്ത് വന്നിട്ട് ഈ ടെന്റിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ആ നടത്തിപ്പുകാര്, ഇതിന്റെ പ്രൊപ്പറേറ്റേഴ്സ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള സെക്യൂരിറ്റി അവര് പറഞ്ഞു, ഒരു ഇതും വേണ്ട, നിങ്ങൾ പ്രകൃതിയിൽ ജീവിക്കുകയാണ്, പ്രകൃതിയിൽ നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഇതൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. അത് മാത്രമല്ല, ഇന്നലെ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ഈ സീസൺ ഈ ഒരു ദിവസങ്ങള് പൗർണമി അല്ല, ഈ എന്താ വെളുത്തുവാവ് അല്ലെ, നമ്മളുടെ നിലാവുള്ള രാത്രികളാണ്. അതുകൊണ്ട് വെട്ടമൊക്കെ ഉണ്ടാവും. നമുക്ക് നല്ല രസമായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും മഴ വന്നു. ആ മഴ വന്ന് കാറ്റുണ്ടായി. അപ്പൊ കാറ്റും മഴയും ഒക്കെ അപ്പൊ ഈ സിബ് ഇത് നമുക്ക് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാം. രണ്ട് ബാക്കിലും ഫ്രണ്ടിലും ഉണ്ട്. ഇത് നമുക്ക് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തതിന്റെ ഉള്ളിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് അറിയില്ല. സൗണ്ട്, ആ മഴയുടെ സൗണ്ടും ആ കാറ്റിന്റെ സൗണ്ടും ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ രാവിലെ 4 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മൊബൈലില് ചാർജ് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നിലാവ് ആ സമയത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്സായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് റൂമിലോട്ട് പോവുകയായിരുന്നു. ടെന്റിൽ ഇരുന്നു കൊണ്ട് പുറത്തോട്ട് കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. ടെന്റിനുള്ളിലുള്ള കുറച്ച് ഫോട്ടോസും അനു എടുത്തു തന്നു. നമ്മളിവിടെ ഒരു ദിവസത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി മുഴുവനും നമുക്ക് സ്വന്തമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു വ്യത്യാസം. ഈവൻ ഒരു റിസോർട്ടിൽ പോയാൽ പോലും നമുക്ക് ഒരു കോട്ടേജ് തരുന്നു, അല്ലെങ്കിൽ നമ്മൾ റൂം തരുന്നു. ഓക്കെ, അവിടെയും ചുറ്റി നടന്ന് കാണാം. പക്ഷെ ഒരുപാട് ഗസ്റ്റ് ഉണ്ടാവും അവിടെ, ഒരുപാട് ഗസ്റ്റ്. ഇവിടെ ആകെ ഗസ്റ്റ് ഞാനും ശ്രീമതിയും മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ മോളും ഉണ്ട് കേട്ടോ. മോളിനെ കാണിക്കുന്നില്ല പലപ്പോഴും, മോള് വീഡിയോ എടുത്തോണ്ടിരിക്കും. ഈ കൊറോണയുടെ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ സേഫ് ആണ്. കാരണം ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രകൃതിയും. അതാണ് എന്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ പാറയുടെ പുറത്താണ് ഞങ്ങൾ ഇന്നലെ ഇരുന്നത്. ഒരുപാട് നേരം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചു. ഇവിടെയും ഞങ്ങൾ ഫയർ ഇട്ടിരുന്നു. ഇവിടെ ഒരു ഫയർ ഇട്ടിട്ട് ഇവിടെ നമ്മൾ കസേര ഇട്ടിട്ടാണ് ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരുന്നത്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു 1000 അടി താഴെ, 1000 അടി ഹൈറ്റ്, ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഹൈറ്റ് ഉള്ള ഒരു പ്രദേശമാണ് ഈ മുടിപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ ഇവർ സ്റ്റീപ്പാണ്. പിന്നെ ഇവിടെ അങ്ങോട്ടേക്ക് സ്റ്റീപ്പായിട്ടുള്ള കട്ടിംഗ് ആണ്. താഴോട്ട് ഒരു 1000 ഫീറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ, ഇന്നലെ രാത്രി നല്ല ആ ശാന്തതയിൽ നമുക്ക് നല്ല വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം, വെള്ളം ഒഴുകുന്നതിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു. ആ ഭാഗത്തായിട്ട് ആ ഒരു നദി കാണുന്നുണ്ട്. അവിടെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ആ ഭാഗത്ത് അതെ, ആ നദിയാണ്. അത് പുഴ ഇങ്ങനെ അവിടെ, അതാണ് ഈ പറഞ്ഞ വെള്ളറ വെള്ളച്ചാട്ടം. പിന്നെ ചീപ്പാറ വെള്ളച്ചാട്ടം ഉണ്ട്. ചീപ്പാറ വെള്ളച്ചാട്ടവും കാണാം. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് അത് രാത്രി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഭാഗത്തായിട്ട് ആ ലൈറ്റ്സ് കംപ്ലീറ്റ് കാണുന്ന സമയത്ത് അത് പ്ലെയിനൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഇന്നലെ കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ശരിക്കും ബൈനോക്കുലേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനടുത്ത് വേറൊരു വെള്ളം നമുക്ക് വേണമെങ്കിൽ കുളിക്കാം. ഈ 144 ഒക്കെ പ്രഖ്യാപിച്ച കുറച്ചൊരു ട്രക്കിംഗ് ആണ്. ഒരു 1.5 കിലോമീറ്റർ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ നമുക്ക് വരുന്ന ഗസ്റ്റിനൊക്കെ കുളിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു തരും. പക്ഷേ ഈ 144ന്റെ ഒരു ഇതിൽ ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ടില്ല. ഇവിടെ തന്നെ ഒരു കിച്ചൺ ഉണ്ട്, ഒരു ഷെഫ് ഉണ്ട്. അയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ ചെയ്തു തരും നമുക്ക്. പിന്നെ എന്താണ് അവർ കൊണ്ടുവന്നിരിക്കണതെന്ന് നമുക്ക് നോക്കാം. കൈ കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാം അല്ലേ രാവിലെ. ഇതിപ്പോ അപ്പവും ഞാൻ വെജിറ്റബിൾ കറിയാണ് മേടിച്ചിരിക്കുന്നത്. ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രീമതിയും നമ്മുടെ മോൾക്കും മുട്ടക്കറിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മുട്ട നമ്മൾ വീട്ടിൽ കഴിക്കാറുണ്ട്, ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ കഴിക്കാറില്ല. എനിക്ക് മുട്ട വരെ ഇഷ്ടമല്ല. ശ്രീമതിക്കും മോൾക്കും ഒന്നും കുഴപ്പമില്ല.
അടിപൊളിയാണ് കേട്ടോ. നല്ല ഫുഡാ. ഇവിടെ നമ്മൾ താമസിക്കുന്നവർക്ക് അവര് ഫുഡ് നമ്മൾ പറയുന്നത് നമുക്ക് ഇഷ്ടമനുസരിച്ചുള്ള ഏത് ഫുഡ് വേണമെങ്കിലും അവര് അറേഞ്ച് ചെയ്ത് തരും. അപ്പൊ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇതിപ്പോ കഴിക്കുമ്പോ കൂടുതൽ സംസാരിക്കുന്നില്ല. മുടിപ്പാറയിലെ കുക്കിംഗ് ആണ് അടുത്തത്. കുക്കിംഗ് വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം. ആണ് ഇതിന്റെ സാരഥികൾ എന്ന് വേണ്ടി പറയാം. അടിപൊളി പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ശ്രീമാൻ എങ്ങനെയാ അരിയുന്നതെന്ന് നോക്കാം. സൂപ്പർ സൂപ്പർ. സാനിക്കുട്ടുമാ